സ്വന്തം മകൻ്റെ കരങ്ങളാൽ വളരെ മൃഗീയമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു ഉമ്മ വെന്റിലേറ്ററിൽ അവശനിലയിൽ കിടക്കുകയാണ്. ബോധം തെളിയുന്ന സമയത്ത് ഉമ്മയോട് ഡോക്ടേഴ്സും ബന്ധുക്കളൊക്കെ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. ഉമ്മയുടെ മറുപടി കട്ടിലിൽ നിന്ന് വീണ് പരിക്കു പറ്റിയതാണെന്നായിരുന്നു. ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹവും കാരുണ്യവും എത്രമേൽ വലുതാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നലില്ലാഹി മിഅത്ത റഹ്മ, അള്ളാഹുവിന് 100 റഹ്മത്തുകളുണ്ട്. വ അൻസലല്ലാഹു മിൻഹ റഹ്മത്തും വാഹിദ, അതിൽ നിന്ന് ഒന്ന് മാത്രമേ ദുനിയാവിലേക്ക് അള്ളാഹു ഇറക്കിയിട്ടുള്ളൂ. ഫബിഹാ യതആതഫൂന വബിഹാ യതറാഹമൂൻ, ആ ഒന്നുകൊണ്ടാണ് മനുഷ്യരും മൃഗങ്ങളും ജിന്നുകളൊക്കെ പരസ്പരം സ്നേഹപ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മയുടെ സ്നേഹവുമൊക്കെ ലഭിച്ചിട്ടുള്ളത് ആ ഒരു റഹ്മത്തിൽ നിന്നാണ്. വ അഖറല്ലാഹു തിസ്അൻ വ തിസ്ഈന റഹ്മ, അതിൽ 99 റഹ്മത്തുകളും അള്ളാഹു പരലോകത്ത് അവൻ്റെ അടിയാറുകളായ അടിമകൾക്ക് മാറ്റിവെച്ചതാണ്. ആ 99 റഹ്മത്തുകളെ ചോദിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള 10 കാരുണ്യത്തിൻ്റെ 10 എന്ന് പറയുന്ന വിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10. അത് അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങുക തന്നെ വേണം. അപ്പോഴാണ് നമുക്ക് സ്വർഗം സാധ്യമാകുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ.